ഇടയ്ക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ സ്റ്റിച്ചിനൊരു ബലമില്ലാത്ത പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ ലൂസായിട്ടിരിക്കണ പോലെയൊക്കെ നമുക്ക് കണ്ടിട്ടില്ലേ? അതിങ്ങനെ പിടിച്ചു വലിച്ചിട്ടുണ്ടെങ്കിൽ ആ നൂലിങ്ങോട്ട് ഇളകിപ്പോരും. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ ബോബിൻ ഇതേപോലെ ലൂസായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നൂലിങ്ങനെ കണ്ടില്ലേ, ഫ്രീ ആയിട്ട് ഇങ്ങനെ പോരുന്നത് കണ്ടില്ലേ? നമുക്ക് ഈ നൂല് കൊണ്ട് ഈ ബോബിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. നൂലിങ്ങനെ പിടിച്ച് വലിക്കണ അനുസരിച്ചിട്ട് നൂലിങ്ങനെ പോന്നുകൊണ്ടിരിക്കും. ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്ക്രൂ ഉണ്ട്, അത് നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഭയങ്കരമായിട്ട് തിരിക്കരുത്, ഒരു 2-3 തിരിക്കൽ തിരിച്ചതിന് ശേഷം നമ്മൾ ആ നൂലൊന്ന് പൊക്കി കൊടുക്കാം. ബോബിനിങ്ങനെ പൊക്കി നിർത്താനും പറ്റും, നൂല് വലിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പോരുകയും ചെയ്യും. ഇതിൻ്റെ കറക്റ്റ് പൊസിഷൻ ഇതാണ് കേട്ടോ. ഈ 2 വീഡിയോയിലേക്ക് ഒന്ന് നോക്കിയേ. ആ ബോബിൻ്റെ പ്ലേറ്റ് ഒരു വീഡിയോയിൽ തുറന്നിരിക്കുകയാണ്, അത് ശരിക്കും ഇങ്ങനെ ഇളകിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പുറത്തെ വീഡിയോയിൽ അത് നല്ല ഫിറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഫിറ്റായിട്ടിരിക്കുന്നുണ്ടെങ്കിലും ആ നൂല് പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരുന്നുണ്ട്. അപ്പോൾ ബോബിനിൽ നൂലിങ്ങനെ പോരുന്നത് മാത്രം നോക്കിയാൽ പോരാ, ബോബിൻ്റെ പ്ലേറ്റ് ഇതേപോലെ തുറന്നിരിക്കണം എന്നൊക്കെ നോക്കണം കേട്ടോ. ഇനി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ സ്റ്റിച്ചിന് പ്രോബ്ലം വരുമ്പോൾ ഇതാണോ കാര്യമെന്ന് ചെക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.